നമുക്ക് ഈ കറുപ്പസ്വാമി ഞങ്ങളുടെ ആദിയിൽ തന്നെ ഉള്ളതാണ്. ശിവൻ ഞങ്ങൾക്ക് ഒരു രക്ഷകനായിട്ട് വിട്ടതാണ് ഈ കറുപ്പസ്വാമി. ഞങ്ങൾ എവിടെ പോയാലും കല്ലേ ഉള്ളു പുള്ളിയെടുത്ത് തോളയിട്ടിട്ട് ഞങ്ങൾ എവിടെ പോയി താമസിക്കുന്നു അവിടെ കൊണ്ടുപോകും. ഒരു സ്ഥലത്ത് ഒരു വർഷമേ താമസിക്കത്തുള്ളൂ. അവിടെ ഒരു വർഷം വെച്ച് പൂജിച്ചിട്ട് പിന്നെ അടുത്ത സ്ഥലം പോകുവാണെങ്കിൽ അവിടെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഇരുന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ 21 കറുപ്പനുണ്ട്. അപ്പോൾ ഞങ്ങൾ വെച്ച് ആചാരിക്കുന്നത് വനക്കറുപ്പനാണ്. ചാട്ടയും വാക്കത്തിയും, അതാണ് ഞങ്ങളുടെ സങ്കല്പം. പണ്ടൊക്കെ പുറ്റിലായിരുന്നു സൂര്യൻ മാത്രം വെച്ചത്. അപ്പോൾ കല്ലെടുത്ത് പ്രതിഷ്ഠിക്കാൻ വരുമ്പോൾ ഇത് ഈ നമ്മുടെ കറുപ്പന് വന്ന് വിഗ്രഹം വയ്ക്കാൻ പറ്റില്ല. ഒരു ഇരുമ്പ് കഷണം പോലും ആ കല്ലെ തൊടരുത്, അങ്ങനത്തെ ഇത് മാത്രമേ വയ്ക്കാൻ പറ്റത്തുള്ളൂ. 10 മുറിക്ക് പോകുന്ന വഴി ഞങ്ങളുടെ പറമ്പിൽ ആ തോടിൻ്റെ അടുത്ത് കിടന്ന കല്ല ഇത്. 6.25 അടി ഉണ്ട്. കൊണ്ടുവന്നിട്ട് ആ പ്രതിഷ്ഠയൊക്കെ ഞങ്ങൾ സ്വയമായിട്ട് ചെയ്യുന്നത്. കറുപ്പസ്വാമി ഉത്സവം വന്ന് വർഷത്തിൽ ഒരു ദിവസമാണ് നടത്തപ്പെടുന്നത്. അതും ചിത്രാ പൗർണമിയുടെ അന്നാണ് ഈ ഉത്സവം നടത്തുന്നത്. ആ ഉത്സവം നടത്താൻ വേണ്ടിയിട്ട് അതിനുള്ള പൂജാരിമാർ 3 ദിവസം മുമ്പ് തന്നെ അമ്പലത്തിലേക്ക് പോകും. അവർക്ക് പിന്നെ വീടുമായിട്ട് ഒരു ബന്ധവുമില്ല. പൂജാകർമ്മങ്ങളുമായിട്ട് അവർ 3 ദിവസം അവിടെ തന്നെയാണ് തങ്ങുന്നത്. ഈ 3-ാമത്തെ ദിവസമാണ് ഈ ചിത്രാ പൗർണമി വരുന്നത്. അന്നാണ് മെയിൻ ഉത്സവം. ഈ കറുപ്പസ്വാമിക്ക് വനത്തിൽ കൂടി പോയിട്ട് ഊത്ത് വരത്തില്ലേ, ആ ഊത്ത് വരുന്ന സ്ഥലത്ത് ഇവിടെ 7 കുഴി മാന്തി വയ്ക്കും. കറുപ്പസ്വാമിക്കുള്ള പൂജാരി ആളാണ് ഈ വെള്ളം എടുക്കേണ്ടത്. അത് 7 കുഴി കുഴിച്ച് ആ 7 കുഴിയിലെ വെള്ളമാണ് എടുത്ത് വന്ന് കറുപ്പസ്വാമിക്ക് ഒഴിച്ച് അഭിഷേകം നടത്തി കഴിഞ്ഞിട്ട് പൂജ പിന്നെ ഉത്സവത്തിൻ്റെ ഇത് തുടങ്ങുന്നത്. പിന്നെ പിറ്റേ ദിവസം ഉത്സവം രാവിലെ വനദേവതയ്ക്ക് ഒരു പൊങ്കാല വെച്ചിട്ട് ഒരു ആടിനെ വിട്ടു. ആദ്യത്തെ ആട് കറുപ്പ് ആട്, അതിനകത്ത് ഒരു വെള്ളപ്പാട് പോലും വരരുത്. അങ്ങനെയുള്ള ആടിനെയാണ് കറുപ്പസ്വാമിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ആ നെല്ല് നോക്കിയിട്ട് ഇപ്പോൾ കറുപ്പസ്വാമിയാണെങ്കിൽ കറുപ്പസ്വാമിയെ വിളിക്കണം. അപ്പോൾ ഭഗവാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ആടെ കയറുന്നതും ആട് വെട്ടുന്നതും ഇതൊക്കെ. അതില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ആ ആടിൻ്റെ ജീവൻ ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുക. ഈ ജീവൻ എടുത്തിട്ട് അടുത്ത ഒരു ജീവനും ഇതുപോലെ ആപത്ത് വരരുതെന്ന്. മനുഷ്യന് ഇതുപോലെ ഒരു ആപത്തുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബലി കൊടുത്തു കഴിയുമ്പോൾ ഈ കോളനിക്കകത്ത പ്രദേശത്തുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു ഇത് വരത്തില്ല. ഏതൊക്കെ ദൈവം വരുന്നോ ആ ദൈവത്തിനുള്ള പൂജകളും ആ ദൈവത്തിനുള്ള ശാപ്പാടുകളുമാണ് കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നത്. ആ ദൈവം വരുന്നവരെ ആ നെല്ലിട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. ആ ദൈവം വന്നാലേ അടുത്ത പൂജ തുടങ്ങത്തുള്ളൂ. ഇവർ വിളിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ഭക്തി കൊണ്ട് ദൈവം വരണം. അത് വരുന്നത് വരെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും. ആ നെല്ലിലാണ് അവർ വന്നതും വരാത്തതും കാണുന്നത്. അപ്പം അങ്ങനെ നോക്കുന്ന ആൾക്കാരെല്ലാം മരിച്ചു പോയി, അറിയില്ല. ഞാൻ ചെറുപ്പത്തിൽ ഇതെല്ലാം നോക്കും. അവരുടെ കൂടെ ഇരുന്നിട്ട് ഇതൊക്കെ നോക്കി പറഞ്ഞ് അവർ പറയുന്നത് നമ്മൾ കേട്ട് മനസ്സിൽ വെച്ച് ചെയ്യണം. എഴുതി അങ്ങനത്തെ ഒരു മന്ത്രവുമില്ല തന്ത്രവുമില്ല. ആദ്യം നോക്കിയത് ഈ 4 പേർക്ക് 4 സൈഡ് ഒക്കെ നമുക്ക് കാവലിന് വേണ്ടി 4 പേരെ നിർത്തുക. രണ്ടാമത് കറുപ്പസ്വാമി വന്നു കഴിഞ്ഞിട്ട് ആടിനെ വെട്ടുന്നു. കറുപ്പസ്വാമി പോയി കഴിയുമ്പോൾ അടുത്ത ദേവന്മാരെ വിളിക്കുന്നത്. ഓരോ ആളെ വിളിച്ചിട്ട് ഓരോ ആൾക്ക് 1 വർഷത്തിനുള്ള ശാപ്പാട് അങ്ങനെ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഓരോ പേർക്കും ഇതുപോലെ നോക്കണം. നോക്കിയിട്ട് അവരെ വിളിച്ച് അവിടെ ഇടണം.
ഇടുമ്പോൾ അവർ ഈ ഇങ്ങനെ തുള്ളുന്നില്ലേ, അവരുടെ പുറത്ത് ആരുണ്ടോ അവരുടെ പുറത്ത് കയറും. അപ്പോൾ ഈ കറുപ്പസ്വാമി വരുമ്പോൾ ഈ പുള്ളിക്ക് കൊടുക്കാനുള്ള സാധനം കൊടുക്കണം. ചുരുട്ട് കൊടുക്കണം, ചാരായം കൊടുക്കണം. ആ പുള്ളി അതൊക്കെ അടിക്കത്തില്ല, സ്വയമായിട്ട് അടിക്കത്തില്ല. ഈ കറുപ്പസ്വാമി കയറുന്ന ആ സമയത്ത് മാത്രമേ അവിടെ വെച്ചിരിക്കുന്ന ആ സാധനം കഴിക്കത്തുള്ളൂ. അത് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആ കറുപ്പസ്വാമിക്ക് തൃപ്തിയാകും എന്ന് ഒരു വിശ്വാസം. ഈ ആടും തിരുകണി എന്ന് പറയും. അത് ഈ കാലെ തോർത്തെടുത്ത് കെട്ടിവെച്ച് നമ്മുടെ വലക്കയല്ലേ, അമ്മ തടി എന്ന് പറയും, ആ തടിയുടെ പുറത്താണ് ഈ ദേവി ഇരിക്കുന്നത്. അതിട്ട് തലയും കമത്തി ഇങ്ങനെ കറക്കണം. നമ്മൾ ചെയ്യുന്ന പൂജകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ ആ ഒലക്കയുടെ മേത്ത് കയറി ഇരുന്ന് നമ്മളോട് മഞ്ഞൾ ആവശ്യപ്പെടും. മഞ്ഞൾ അരച്ച് കുഴച്ച് അത് മുഖത്ത് തേച്ച് അവർ തൃപ്തിപ്പെടും. ആ തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒലക്ക കയറ്റിയിരുത്തുന്നത്. ആ മഞ്ഞളും ഈ കരിക്ക വെള്ളം എല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുക്കും. കിടിയം എന്ന് പറയും. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ പൊരിയും കടല, ഇതുപോലെ ഒരു കോഴി, ഇതൊക്കെ ഈ ഭൂതപ്രേത പിശാചിന് കൊടുത്തിട്ട് ഇതെല്ലാം ആ കിടിയത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ചുരുട്ടി കെട്ടും. കെട്ടി വെച്ച് ഇത് കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട്. പോയാൽ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെ അകത്തൊരു ചെറിയ ഗുഹ പോലെ കാണും. അതിൻ്റെ അകത്ത് കൊണ്ട് വെച്ചിട്ട് കല്ല് എടുത്ത് അടച്ചു വെച്ച് വരും. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള കാര്യം, ഉത്സവത്തിൻ്റെ ബാക്കിയുള്ള പൂജാ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. കറുപ്പസ്വാമിക്ക് ഒരു ഇതുണ്ട്, ചാട്ട എന്ന് പറയുന്ന സാധനം. അത് നമ്മൾ ഇതുപോലെ ഇത്രയും നീളത്തിലുള്ള ഒരു ചെടി, അത് നമ്മൾ തീക്കകത്തിട്ട് അത് വാട്ടിയെടുക്കണം. എടുത്തിട്ട് അതിൻ്റെ ആ ചാറൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട്, തലമുടി പിന്നത്തില്ല അതുപോലെ പിന്നിയെടുക്കണം. എടുത്തിട്ട് എത്ര വർഷം വേണമെങ്കിലും വെച്ച് അടിച്ചാലും മതി, അതങ്ങനെ പോകത്തില്ല. ഈ കറുപ്പസ്വാമി വരത്തില്ലേ, അന്നേരം ഈ സ്വാമി വന്ന് കയറി കഴിയുമ്പം ഇവർ തുള്ളിട്ട് ആ ചാട്ട ചോദിക്കുമ്പം ഈ ആ സമയത്തിന് ഈ പ്രേതമൊക്കെ പിടിച്ച ആൾക്കാർ കാണുമല്ലോ, അപ്പോൾ അവരെ അങ്ങനെയുള്ളവരെ കൊണ്ട് നിർത്തും. അപ്പോൾ അവരെ ചാട്ട കൊണ്ട് സ്വാമി അടിക്കത്തില്ല, അവരുടെ തല ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഇവരുടെ കാലെ അടിക്കും. തുള്ളുന്ന ആൾക്കാരുടെ കാല്. ഈ പ്രേതം പിടിച്ചാടുന്നവരുടെ അടിക്കത്തില്ല. അപ്പോൾ ഈ പ്രേതം തന്നെ ഓടിക്കോളും. ഫോട്ടോ എടുക്കുന്നതിന് தண்ணி விடுங்க, சுத்தி விடுங்க.
ഇതിന് കാവലിന് ആളുണ്ട്. ഈ കാവലിന് ആളുള്ള അവരെ വിളിക്കണം. അവരെ വിളിച്ചിട്ട് 4 സൈഡും നിർത്തണം. നിർത്തിയിട്ട് അവിടെ ഒരു അസംഭാവിതം ഒരാപത്തുകളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത് അത്. അതിട്ട് കഴിഞ്ഞിട്ടാണ് ഈ പൂജയൊക്കെ നടത്തുന്നത്. കാവലിടുന്നെന്ന് പറയും. അപ്പം 4 ഇതിനും 4 ദൈവത്തെ വിളിച്ചിട്ട് നിർത്തും അവിടെ. അവിടെ നിർത്തി കഴിഞ്ഞിട്ടേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒരു ഇതിന് വേണ്ടി ഇപ്പോൾ 4 പോലീസ് നിർത്തുന്നില്ല, അതുപോലെ പടിയേരി എന്ന് പറയും അതിന്. ഒരു വർഷത്തേക്ക് 4 സൈഡിലുള്ള പടിയേരി. അപ്പം ഈ 5-ാം ബലി അങ്ങനത്തെ ഇതൊക്കെ വരത്തില്ല. ഇത് നമ്മൾ അവർക്ക് ശാപ്പാട് കൊടുക്കാതെ ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ കോളനിക്കകത്ത് ഓരോ ഇതും ഉണ്ടാകും. ആ കറുപ്പസ്വാമിക്ക് വെട്ടിയ ആടില്ലേ, അതിൻ്റെ കരളുണ്ടല്ലോ, ആ കരൾ 9 ചോറിടും. ചോറിട്ടേച്ച് കരളും മറ്റൊരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ നീളത്തിലുള്ള ഒരു ഇതുണ്ട് കാണും. ഞങ്ങളുടെ ഇവത്തെ പറയുന്ന മുക്കള കൊണ്ടെന്ന് പറയും. അതും ഇതും 9 കഷണമായിട്ട് കണ്ടിക്കണം. അപ്പം 18 കഷണമാകത്തില്ലേ, 9. അത് ഇതുപോലെ ചെറിയ കഷണമാക്കി വെട്ടി തീക്കകത്തിട്ട് ചുട്ടെടുക്കണം. ചുട്ടെടുത്തിട്ട് അപ്പോൾ അതിന് ഇതുപോലെ 1 വർഷത്തേക്കുള്ള ശാപ്പാണ്. ചാട്ട അവസാനം എല്ലാവർക്കും കയ്യെ കെട്ടാൻ കൊടുക്കുന്നത്. ഇത് കയ്യെ കെട്ടിയ ഏത് പ്രേതവും ശാശികളും നമ്മുടെ കൂടെ നിൽക്കത്തില്ല. കറുപ്പസ്വാമിക്ക് അത്രയും പവറുള്ള ഇതാണ്. ഇത് കെട്ടി എവിടെ പോയാലും ഒരു പ്രശ്നം നമുക്ക് വരത്തില്ല. ഏത് ഇതും വരാതിരിക്കും. അതിനുവേണ്ടി പുള്ളി കൊടുക്കുന്ന നമുക്ക് 1 വർഷത്തേക്ക് കൊടുക്കുന്ന ഒരു സാധനം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കഴിക്കാം. അതിന് മുമ്പ് വേറെ ആരും കഴിക്കാൻ പറ്റത്തില്ല. പൊങ്കാല വെച്ചവർക്കൊക്കെ പൊങ്കാല പൂജിച്ചിട്ട് എല്ലാവരും കഴിച്ച് അന്ന് അത് കഴിഞ്ഞ് കഴിച്ച് തീരുമ്പോൾ പാത്രമൊക്കെ അവിടെ തന്നെ കഴുകി എല്ലാം വീട്ടിൽ കയറണം. അത് കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരത്തില്ല. പൂജയൊക്കെ കഴിഞ്ഞ് ഈ പൊങ്കാലയൊക്കെ കഴിച്ചിട്ട് ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. വന്ന് കഴിഞ്ഞിട്ട് പിന്നെ പൂജാരി അവർ മാത്രം അവിടെ കാണും. ഉത്സവം തീർന്നു കഴിയുമ്പോൾ പൊതുജനങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് ഈ രക്തച്ചോറ് എന്ന് പറയുന്നത്. ഈ 1 വർഷം ഈ ജനങ്ങളെയും ഈ രാജ്യത്തെയും കാറ്റുകൊള്ളണമെന്ന് പറഞ്ഞ് ഇത് തൃപ്തിയായിട്ട് കഴിച്ചോണമെന്ന് പറഞ്ഞാണ് ഈ രക്തച്ചോറ് ഇറക്കുന്നത്. പിന്നീട് 3 ദിവസത്തിന് നമ്മൾ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഈ ഭൂതപ്രേത പിശാസുകൾ എല്ലാ ദേവീദേവന്മാരെല്ലാം ഭഗവാനെ പൂജിക്കാൻ അവിടെ. അവർക്ക് ഒരു 3 ദിവസം കൊടുക്കുക പൂജിക്കാനായിട്ട്. അവർക്ക് ശാപ്പാട് കൊടുത്തിട്ട് ഭഗവാനെ പൂജിക്കാനുള്ള സമയം കൊടുക്കുന്നു. ഈ പൂജാരി പോകണം അമ്പലത്തിൽ രാവിലെ പോയിട്ട് ഈ തെങ്ങിൻ്റെ ഓലയുണ്ടല്ലോ, അത് ഉണങ്ങിയത് എടുത്തുകൊണ്ട് പോകണം. എടുത്തു പോയിട്ട് തീ കത്തിക്കണം. ആദ്യം അത് കത്തിച്ചിട്ട് ആ തീ കൊണ്ടുപോകണം. ആദ്യം കൊണ്ടുപോകുമ്പോൾ ഇത് മാറിക്കഴിയുമ്പോൾ അമ്പലം 3 പ്രാവശ്യം വലം വെച്ചിട്ട് ആ തീ കൊണ്ട് തന്നെ വലം വയ്ക്കണം. വച്ചിട്ട് ഒരു സൈഡ് കുത്തി കെടുത്തുക. കെടുത്തി കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി നട തുറക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉത്സവത്തിനെല്ലാം കെട്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ വെള്ളം കൊണ്ടുവന്നിട്ട് ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് പൊങ്കാല വയ്ക്കും.